നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇസ്ലാം വിമർശകരായ ചില ആളുകൾ അവരുടെ ചർച്ചകളിൽ എങ്ങനെയാണ് തികഞ്ഞ ഇസ്ലാമോഫോബിയയും വലതുപക്ഷ രാഷ്ട്രീയ അജണ്ടകളും ഒളിച്ചു കടത്തുന്നത് എന്നാണ്. സ്വതന്ത്ര ചിന്തകർ എന്നവകാശപ്പെടുന്ന ഇവർ മതവിമർശനത്തിന്റെ പേരിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് കുഴലൂതുക എന്നതാണ്. ഈ വീഡിയോയിൽ ഒരു കോളറും സൽമാൻ എന്ന പാനലിസ്റ്റും ആരിഫ് ഹുസൈൻ എന്നയാളും ചേർന്ന് വഖഫ് ബോർഡിനെക്കുറിച്ചും ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ചും പച്ചക്കള്ളങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഇവരുടെ വാദങ്ങളിലെ കാപട്യവും നിയമപരമായ അജ്ഞതയും വലതുപക്ഷ വിധേയത്വവും നമുക്കൊന്ന് പരിശോധിക്കാം. മുസ്ലിം വിരോധത്തിന്റെ ലിറ്റ്മസ് ടെസ്റ്റ്. ഇവിടെ ഇയാൾ പറയുന്നതിൽ നിന്ന് തന്നെ ഇയാളുടെയും ഈ ചർച്ച സംഘടിപ്പിക്കുന്നവരുടെയും യഥാർത്ഥ മാനസികാവസ്ഥ വ്യക്തമാണ്. ഇവർ മനുഷ്യരെ അളക്കുന്നത് തന്നെ ഇസ്ലാം വിരോധം എന്ന ലിറ്റ്മസ് ടെസ്റ്റ് ഉപയോഗിച്ചാണ്. തങ്ങളുടെ ഇസ്ലാമോഫോബിയയെ അംഗീകരിക്കാത്ത ഏതൊരാളെയും, അതിന് അഹിന്ദുവായാലും ശരി, അവരെ തീവ്രവാദികളായി മുദ്രകുത്താൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. ഒരു വ്യക്തി സമൂഹത്തിലെ ജാതീയതയെക്കുറിച്ചോ അയിത്തത്തെക്കുറിച്ചോ സംസാരിച്ചാൽ ഉടനെ അയാളെ മുസ്ലിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്തതാണെന്ന് വിധിക്കുന്ന ഒരുതരം രോഗാതുരമായ മാനസികാവസ്ഥയാണ് ഇയാളിവിടെ പ്രകടിപ്പിക്കുന്നത്. ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ വലിയ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും സംസാരിക്കുന്ന ഇവർ മറ്റൊരു വ്യക്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹിക വിപത്തായ ജാതി വ്യവസ്ഥയെക്കുറിച്ച് സംസാരിച്ചാൽ അത് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. തങ്ങളുടെ വലതുപക്ഷ അജണ്ടകൾക്ക് അനുകൂലമായി സംസാരിക്കാത്ത എല്ലാവരും ഇവർക്ക് ശത്രുക്കളാണ്. ഈ ഇരട്ടത്താപ്പാണ് ഇവരുടെ യഥാർത്ഥ മുഖം. ജാതീയതയെ വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ. ഇവിടെ സൽമാൻ എന്ന ഇയാൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർ ഇന്നും അനുഭവിക്കുന്ന ജാതി വ്യവസ്ഥയെയും അയിത്തത്തെയും വളരെ നിസ്സാരവൽക്കരിക്കുകയാണ്. മുസ്ലിങ്ങൾ എന്തു പ്രശ്നം വന്നാലും ജാതിയെക്കുറിച്ച് സംസാരിച്ച് മറ്റു കാര്യങ്ങളെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇയാൾ ആരോപിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ വെളുപ്പിക്കൽ നടത്തുന്നത് സൽമാനും കൂട്ടരുമാണ്. ഇന്ത്യയിലെ ഫാസിസ്റ്റ് വലതുപക്ഷ രാഷ്ട്രീയം നൂറ്റാണ്ടുകളായി ചെയ്തുവരുന്ന ജാതീയമായ അടിച്ചമർത്തലുകളെ വെളുപ്പിക്കാൻ ഇവർ ബോധപൂർവം ശ്രമിക്കുകയാണ്. ഇവരുടെ ഈ വാദത്തിലെ യുക്തിരാഹിത്യം നോക്കൂ. ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനേക്കാൾ വലിയതും ആഴത്തിലുള്ളതുമായ മറ്റൊരു സാമൂഹിക യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് തെറ്റാകുന്നത്? ഇന്ത്യയിൽ അയിത്തവും ജാതീയതയും കാരണം ഇന്നും മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ട്, വിവേചനം അനുഭവിക്കുന്നുണ്ട്. അതിനെതിരെ സംസാരിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക സംഘടനയുടെ മാത്രം ലൈനാണെന്ന് പറയുന്നത് സ്വന്തം അജ്ഞതയോ അതല്ലെങ്കിൽ വലതുപക്ഷത്തോടുള്ള വിധേയത്വമോ കൊണ്ടാണ്. സൽമാനും കൂട്ടരും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കൊടും ക്രൂരതകളെ മറച്ചുവെക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത്. ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടി ഇവർ ഏതറ്റം വരെയും തരം താഴുമെന്നതിന്റെ തെളിവാണിത്. വഖഫ് നിയമങ്ങളെക്കുറിച്ചുള്ള പച്ചക്കള്ളങ്ങൾ. ഇതൊരു തികഞ്ഞ ഗൂഢാലോചന സിദ്ധാന്തവും പച്ചക്കള്ളവുമാണ്. വഖഫ് നിയമങ്ങളെക്കുറിച്ചോ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചോ പ്രാഥമിക വിവരം പോലും ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ ഇത്തരം മണ്ടത്തരങ്ങൾ പറയാൻ കഴിയൂ. ഇയാൾ പറയുന്നത് വഖഫ് ട്രിബ്യൂണൽ എന്നാൽ എന്തോ ചില കാക്കാമാർ ചേർന്നുണ്ടാക്കിയ ഒരു അനൌദ്യോഗിക സമിതിയാണെന്നും അവിടെ പോയാൽ പിന്നെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാൻ കഴിയില്ലെന്നുമാണ്. ഇത് തികച്ചും തെറ്റാണ്. എന്താണ് യഥാർത്ഥത്തിൽ വഖഫ് ട്രിബ്യൂണൽ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ വഖഫ് ആക്ട് പ്രകാരം സംസ്ഥാന സർക്കാരുകൾ രൂപീകരിക്കുന്ന ഒരു ജുഡീഷ്യൽ ബോഡിയാണ് വഖഫ് ട്രിബ്യൂണൽ, അല്ലാതെ പള്ളി കമ്മിറ്റിക്കാരുണ്ടാക്കുന്നതല്ല. ഈ ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ സംസ്ഥാന ജുഡീഷ്യൽ സർവീസിലെ ഒരു ജില്ലാ ജഡ്ജിയോ സെഷൻസ് ജഡ്ജിയോ സിവിൽ ജഡ്ജിയോ ആയിരിക്കും. കൂടാതെ സംസ്ഥാന സിവിൽ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനും ഇസ്ലാമിക നിയമങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു പണ്ഡിതനും അതിൽ അംഗങ്ങളായിരിക്കും. അതായത് തികച്ചും മതേതരമായ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഭാഗമായ ഒരു കോടതി തന്നെയാണിത്. കുടുംബ കോടതികളോ തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കുന്ന ലേബർ കോർട്ടുകളോ പോലെ വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക കോടതിയാണ് വഖഫ് ട്രിബ്യൂണൽ. ഇനി ഇയാൾ പറഞ്ഞ രണ്ടാമത്തെ കള്ളം നോക്കുക. ട്രിബ്യൂണൽ വിധി പറഞ്ഞാൽ പിന്നെ വേറെ എവിടെയും പോകാൻ കഴിയില്ല എന്ന്. ഇതും വലിയൊരു കള്ളമാണ്. വഖഫ് ആക്ടിലെ സെക്ഷൻ 83 പ്രകാരം ട്രിബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടാനും ട്രിബ്യൂണൽ വിധി റദ്ദാക്കാനും അധികാരമുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്കും പോകാം. ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ജനങ്ങളിൽ മുസ്ലിം വിരോധം വളർത്താൻ വേണ്ടി
വലതുപക്ഷ IT സെല്ലുകൾ പടച്ചുവിടുന്ന അതേ കള്ളങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ ആവർത്തിക്കുകയാണ് സൽമാൻ. ഇസ്ലാമികമായി വഖഫ് എന്നാൽ എന്താണെന്ന് കൂടി നാം മനസ്സിലാക്കണം. വ്യക്തികൾ തങ്ങളുടെ സ്വത്ത് ദൈവമാർഗത്തിൽ അഥവാ സമൂഹത്തിന്റെ നന്മയ്ക്കായി അനാഥകൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ദാനം ചെയ്യുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. അതൊരു സദക്കാ ജാരിയയാണ്. ഒരിക്കൽ വഖഫ് ചെയ്യപ്പെട്ടാൽ അത് ആരുടെയും സ്വകാര്യ സ്വത്തല്ല. അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. ഈ സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനാണ് വഖഫ് ബോർഡുകളും നിയമങ്ങളും ഉള്ളത്. അല്ലാതെ ആരുടെയെങ്കിലും സ്വകാര്യ ഭൂമി പിടിച്ചെടുക്കാനുള്ള സംവിധാനമല്ല വഖഫ്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മറച്ചുവെച്ചുകൊണ്ട് ഇസ്ലാം വിമർശകർ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് അവരുടെ അന്ധമായ മുസ്ലിം വിരോധം കൊണ്ട് മാത്രമാണ്. ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കുള്ള കുഴലൂത്ത്. ഇവിടെ ആരിഫ് ഹുസൈൻ എന്ന ഇയാളുടെ തനിനിറം പുറത്തുവരികയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ ജീവകാരുണ്യ സ്വത്തുകൾ ഭരണകൂടം ഇടപെട്ട് ഇല്ലാതാക്കുന്നതിനെ ഇയാൾ അങ്ങേയറ്റം സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. കേന്ദ്രത്തിൽ BJP സർക്കാരായതുകൊണ്ട് അവർ കോടതികളിൽ സ്വാധീനം ചെലുത്തുമെന്നും സ്വത്തവകാശം ഒരു മൗലിക അവകാശമല്ലാത്തതുകൊണ്ട് സർക്കാരിന് എന്തു വേണമെങ്കിലും ചെയ്യാമെന്നുമാണ് ഇയാൾ ആഹ്ലാദത്തോടെ പറയുന്നത്. ഇത് തികഞ്ഞ ഒരു ഫാസിസ്റ്റ് ചിന്താഗതിയാണ്. ഇവർ സ്വതന്ത്ര ചിന്തകർ എന്ന ലേബലിൽ വന്ന് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിന് അടിമപ്പണി ചെയ്യുകയാണ്. ഒരു സമുദായത്തിന്റെ അവകാശങ്ങൾ ഭരണകൂടം കവർന്നെടുക്കുമ്പോൾ അതിന് കുഴലൂതുന്ന ഇയാൾ എങ്ങനെയാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചോ യുക്തിയെക്കുറിച്ചോ സംസാരിക്കാൻ യോഗ്യനാകുന്നത്? ഇതേ ഭരണകൂടം നാളെ ഇവരുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി മറ്റു പൗരന്മാരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്താൽ ഇയാൾ ഈ പറയുന്ന ന്യായീകരണം നൽകുമോ? ഒരിക്കലുമില്ല. ഇയാളുടെ ഒരേയൊരു ലക്ഷ്യം മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടണം എന്നത് മാത്രമാണ്. അതിനുവേണ്ടി ഏത് കിരാത ഭരണകൂടത്തെയും പിന്തുണയ്ക്കാൻ ഇയാൾ തയ്യാറാണ്. ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ചോ നിയമവാഴ്ചയെക്കുറിച്ചോ ഇയാൾക്ക് യാതൊരു ബഹുമാനവുമില്ല. സ്വത്തവകാശം ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു ഭരണഘടനാപരമായ അവകാശമാണ്. നിയമപ്രകാരമല്ലാതെ ഒരാളുടെയും സ്വത്ത് കവർന്നെടുക്കാൻ പാടില്ല എന്ന് ഭരണഘടന വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ഭരണകൂടം തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കൾ ഇല്ലാതാക്കുന്നത് കാണാൻ കുതിക്കുന്ന ഇയാളുടെ ക്രൂരമായ വിദ്വേഷമാണ് ഇവിടെ മറനീക്കി പുറത്തുവരുന്നത്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ഈ ആളുകൾക്ക് സ്വന്തമായി യാതൊരു ധാർമ്മിക അടിത്തറയുമില്ല. ഭരണകൂട ഭീകരതയെയും വലതുപക്ഷ ഫാസിസത്തെയും ന്യായീകരിക്കാൻ ഇവർ ഏതറ്റം വരെയും പോകും. മുസ്ലിങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും തകർക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവരുന്ന കരി നിയമങ്ങളെ ഇവർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത് ഇവരുടെ ഉള്ളിലെ വർഗീയ വിഷം എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നോണയൊക്കെ നമ്മൾ ഇനി ചറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല.